നമസ്കാരം. ഇത്തവണ വീട്ടിലെ ഗാവ, സീഡ്ലെസ് ഗാവ ഇത് നമ്മുടെ ഹോം ഗ്രൗണ്ട്. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ പോയപ്പോൾ, കാഞ്ഞിരപ്പള്ളിയല്ല സത്യത്തിൽ, ഞാൻ തേക്കടിയിൽ പോയപ്പോൾ അവരുടെ പ്ലാന്റിൽ നിന്ന് നേരിട്ട് അതിൻ്റെ ഉടമ എൻ്റെ പ്രിയ സുഹൃത്ത് ജോസേട്ടൻ പറഞ്ഞു വീട്ടിൽ ഈ സീഡ്ലെസ് ഗാവ ഇല്ലെങ്കിൽ ഒന്ന് കൊണ്ടുപോയി പ്ലാന്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഇതൊന്നുകൂടെ കുറച്ചുകൂടെ പഴുക്കും. പക്ഷേ ഇതെന്താ വെച്ചാൽ ഈ ചെടിയിൽ അധികം വെച്ചുകൂടെ, കൊമ്പ് ഒന്ന് തന്നെ ഒടിഞ്ഞു പോകുന്നു. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും പഴുക്കാൻ കാത്തു നിൽക്കുന്നില്ല. ഇന്ന് നമുക്ക് ഈ സീഡ്ലെസ് ഗാവ ഒന്ന് പറിച്ചത് എങ്ങനെയുണ്ട്, ഈ പറഞ്ഞതുപോലെ സീഡ്ലെസ് ആണോ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാനാണ്. ഏതായാലും ഇതൊന്ന് പറിച്ചിട്ട് നോക്കാം. പറിക്കട്ടെ. നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന്. അയ്യോ, നോക്കിയേ, നല്ല ചുവപ്പ്, ഒന്നുകൂടെ പഴുക്കാനുണ്ട്. നല്ല ചുവപ്പുണ്ട്. സീഡ്സ് വളരെ കുറവാണ്. ഈ സെൻറ്ററിലുള്ള കുറച്ച് സീഡ്സ് മാത്രമേ ഉള്ളൂ. ഇത് ഹോം ഗ്രൗണ്ട്. അപ്പോൾ അതിൻ്റെ ഉടമയായ ജോസേട്ട്, അതേപോലെ അതിൻ്റെ ഷാജു ലൂക്കോസ്, അതിൻ്റെ എന്താ പറയുക, ഫീൽഡ് ഓഫീസർ. അപ്പോൾ ഇവർ രണ്ടാളും എന്നോട് നിർദ്ദേശിച്ചപ്പോൾ ഞാൻ ഏത് വാങ്ങണം നോക്കിയപ്പോൾ വാങ്ങിയ പേരയാണ്. ഏതായാലും നല്ല വിജയമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പീസ് കഴിച്ചു നോക്കാം. നോക്കട്ടെ. നല്ല മധുരമുള്ള. നമുക്ക് ഇതാ ഒരു അതിഥി ഉണ്ട് ഇവിടെ. മോളെ വന്നു. നമ്മുടെ മോഹൻദാസ് സെറ്ററാണ്, നമ്മുടെ അയൽവാസിയാണ്. അതെല്ലാവർക്കും നമുക്ക് ഓരോ പീസ് ഒന്ന് കൊടുക്കണം. അതുകൊണ്ടാണ് കുറച്ച് കൊടുക്കുന്നത്. ഏതായാലും നല്ല ക്യാമറ എടുക്കുന്ന മകനുണ്ട്, അവന് ഏതായാലും ക്യാമറയിൽ കൊടുക്കേണ്ടത് കഴിച്ചോ. അതാ സന്തോഷം. ഏതായാലും വളരെ കാലമായി കാത്തിരിക്കുക ഇതിൻ്റെ പേരൊക്കെ തിന്നാൻ വേണ്ടിയിട്ട്. വളരെ സന്തോഷം. ഏതായാലും ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് നമ്മൾ ഓരോരുത്തരും സ്വയം കൃഷി ചെയ്യുമ്പോൾ നമുക്കത് സന്തോഷമാണ്. അത് പറിച്ചു കിട്ടുമ്പോൾ ഏതാണ്ട് എല്ലാ ഫ്രൂട്ട്സും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ പുലാസാനാണ്. ഇത് എല്ലാ വർഷവും കായ്ക്കാറുണ്ട്. പക്ഷേ വേണ്ടത്ര ഇതിൻ്റെ ഉൽപ്പാദനം ഏതായാലും ഇത്തവണ നേരത്തെ പൂത്തു. ഇതാ കണ്ടോ, പൂത്ത് കഴിഞ്ഞു. അതേപോലെ അവിടെ റംബൂട്ടാൻ, ബുഷ് ഓറഞ്ച്, എല്ലാം സപ്പോട്ട, വലിയൊരു മരം തന്നെയുണ്ട്. അപ്പോൾ അതൊക്കെ വിവിധ തരം പ്ലാവുകൾ. ഇത് J33, അതേപോലെ കംബോഡിയൻ ഓറഞ്ച്, എല്ലാം എൻ്റെ ആവശ്യത്തിനുള്ളതൊക്കെ തന്നെ ഞാനത് കൃഷി ചെയ്യുന്നതാണ്. ഏതായാലും സന്തോഷം. നന്ദി.